ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി സോയാബീൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് രണ്ട് ഉള്ളിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് രണ്ടായി കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം കൂടിയിട്ടുള്ള മിക്സാണ് കേട്ടോ. ഇവിടെ കല്ലിൽ ചതച്ചെടുത്തത് ചെറുതായി ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയാബീൻ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി ഊറ്റിയെടുത്തു. അപ്പോൾ അതിലേക്ക് ഒരല്പം ഉപ്പിട്ടിട്ട് വേവിച്ചുകൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് കണ്ടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇതാ ഏകദേശം ഉള്ളി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ഇതാ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഗ്രേവിയിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ് ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരല്പം ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള സോയാബീൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ ഈ പരിവാവണം കേട്ടോ. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ബാക്കി നമ്മുടെ ഗ്രേവിയിൽ കിടന്നിട്ട് വെന്തോളും. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പുറത്ത് ആയിട്ടുണ്ട്. അതിലേക്ക് ഈ സോയാബീൻ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സോയാബീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.